ഇടവപ്പാതിയുടെ വരവറിയിച്ചുകൊണ്ട് ആകാശം കറുത്തിരണ്ടിരുന്നു. പാടവരമ്പത്തെ ആഞ്ഞിലിമരങ്ങൾ കാറ്റിൽ തലയറിഞ്ഞു വീശുന്നു. തൻ്റെ പഴയ സൈക്കിളിൻ്റെ പെഡലുകളിൽ സർവശക്തിയും എടുത്ത് ചവിട്ടുമ്പോൾ നന്ദനയുടെ ഉള്ളിൽ 1000 ചെണ്ടുമല്ലികൾ വിരിഞ്ഞതുപോലെയായിരുന്നു. മനയിൽ ഇന്ന് വലിയ തിരക്കാണ്. നീണ്ട 4 വർഷത്തെ പ്രവാസത്തിനും പഠനത്തിനും ശേഷം അഭിരാം വരികയാണ്. നന്ദനും അഭിരാമും ഒരേ മുറ്റത്ത് കളിച്ച് വളർന്നവരാണ്. അവളുടെ അച്ഛൻ രാഘവൻ മരിക്കുമ്പോൾ അവൾക്ക് പ്രായം 14. അന്ന് മുതൽ അമ്മ ജാനകിയോടൊപ്പം മനയിലെ അടുക്കളയിലും തൊഴുത്തിലുമായിരുന്നു അവളുടെ ജീവിതം. രാധാമണി അമ്മായിക്ക് അവളോട് വലിയ വാത്സല്യമായിരുന്നു. പക്ഷെ അമ്മാവൻ ശേഖരൻ നായർക്ക് അവൾ വെറും ഒരു വേലക്കാരി മാത്രമായിരുന്നു. സ്വന്തം തറവാട് ലേലത്തിൽ പോകാൻ തുടങ്ങിയപ്പോൾ തൻ്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ നൽകിയ വീട് രക്ഷിച്ചത് ശേഖരൻ നായർ അറിഞ്ഞ ഭാവം പോലും നടിച്ചില്ല. സൈക്കിൾ മനയുടെ വലിയ പടിവാതിൽക്കൽ നിർത്തുമ്പോൾ നന്ദന അല്പം കിതച്ചിരുന്നു. മുറ്റത്തൊരു പുത്തൻ വെള്ളക്കാറ് കിടക്കുന്നു. അത് കാണുമ്പോഴേ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. അഭിയേട്ടൻ എത്തിയിരിക്കുന്നു. അവൾ ധൃതിയിൽ അടുക്കള ഭാഗത്തേക്ക് നടന്നു. അടുക്കളയിൽ സാവിത്രി അമ്മായി ഉരളിൽ ചമ്മന്തി അരയ്ക്കായിരുന്നു. അവരുടെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നത് കണ്ടപ്പോൾ നന്ദനയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. അമ്മായി, എന്തു പറ്റി? അഭിയേട്ടൻ വന്നില്ലേ? എന്തിനാ അമ്മായി കരയുന്നത്? സാവിത്രി അമ്മായി അവളെ ഒന്ന് നോക്കി വേഗം മുഖം തിരിച്ചു കളഞ്ഞു. അവനൊക്കെ വന്നു നന്ദു. വലിയ ആളുകളാ കൂടെ വന്നത്. നീ നഗത്തേക്ക് അധികം പോവണ്ട. ഉമ്മറത്ത് വലിയ ചർച്ചകളാ. നന്ദനയ്ക്ക് അത് ഉൾക്കൊള്ളാനായില്ല. അവൾക്ക് അഭിരാമിനെ കാണണം. ഫോണിലൂടെ തന്നോട് സ്നേഹം പങ്കിട്ട, പഠനം കഴിഞ്ഞ് വന്നാൽ നിന്നെ ഞാൻ ഈ വീട്ടിലെ മരുമകളാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ആ പ്രിയപ്പെട്ടവനെ കാണാതെ അവൾക്ക് എങ്ങനെ സമാധാനമായിരിക്കാൻ കഴിയും? 10ാം ക്ലാസ്സിൽ പഠനം നിർത്തി പശുവിനെയും കോഴിയെയും വളർത്തി അമ്മായിയും സഹായിക്കുമ്പോഴും അവൾ കണ്ട ഒരേയൊരു സ്വപ്നം അഭിരാം മാത്രമായിരുന്നു. ചായക്കപ്പുകൾ ട്രെയിൽ അടക്കി അവൾ ഉമ്മറത്തേക്ക് നടന്നു. പടികടന്നകത്തേക്ക് കയറുമ്പോൾ തന്നെ അവൾ ആ കാഴ്ച കണ്ടു. ശേഖരൻ നായർ വലിയൊരു സോഫയിൽ ഗമയിലിരിക്കുന്നു. അദ്ദേഹത്തിന് അഭിമുഖമായി നഗരവേഷധാരികളായ ഒരാളും യുവതിയും. അഭിരാം ആ പെൺകുട്ടിയുടെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അവൾ അവൻ്റെ തോളിലേക്ക് ചാരിയിരുന്ന് എന്തോ കണ്ട് ചിരിക്കുകയാണ്. ഇതാ ചായ. നന്ദന ശബ്ദം താഴ്ത്തി പറഞ്ഞു. ചായക്കപ്പ് എടുക്കാൻ കൈ നീട്ടി ആ പെൺകുട്ടി നന്ദനെ ആകമാനമൊന്ന് നോക്കി. അഭി, ഹു ഇസ് ദിസ് ഗേൾ? ആ പെൺകുട്ടിയുടെ ചോദ്യം കേട്ടതും ശേഖരൻ നായർ പരിഹാസത്തോടെ ഒന്ന് ചുമച്ചു. അഭിരാം പതുക്കെ തല ഉയർത്തി നന്ദനയെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ പഴയ പ്രണയത്തിൻ്റെ ഒരു തരി പോലും ഇല്ലായിരുന്നു. പകരം ഒരുതരം അസ്വാഭാവികമായ മരവിപ്പ് മാത്രം. അത് അമ്മാവൻ്റെ മകളാ, മാളു. ഇവിടെ പണിക്കൊക്കെ വരാറുണ്ട്. ഇവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് അച്ഛനിവിടെ നിർത്തുന്നു എന്ന് മാത്രം. നീ ഇത് താഴെ കൊണ്ടുപോയി വെക്കും നന്ദു. തൻ്റെ കാതുകളെ അവൾക്ക് വിശ്വസിക്കാനായില്ല. താൻ അവൻ്റെ ആരൊക്കെയോ ആണെന്ന് കരുതിയ നിമിഷങ്ങളിൽ ഒരു കുമിള പോലെ പൊട്ടിത്തകർന്നു. അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ ശേഖരൻ നായർ വിളിച്ചു. നന്ദു, ഒന്ന് നിന്നേ. അഭിരാമും മാളവികയും തമ്മിലുള്ള വിവാഹം അടുത്ത മാസമാണ്. നീ ഇവിടെ വരുന്നത് നിർത്തിയാൽ കൊള്ളാം. മാളവികയ്ക്ക് ഇതൊന്നും അത്ര ഇഷ്ടമല്ല. ദാ, നീ ഇത്രയും കാലം ഇവിടെ പണിയെടുത്തതിൻ്റെ കൂലി. അയാൾ പോക്കറ്റിൽ നിന്നും ഒരു കെട്ട് നോട്ടുകൾ അവളുടെ നേരെ നീട്ടി. നന്ദനയുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും വന്നില്ല. മറിച്ച് അവളുടെ ഉള്ളിൽ ഒരു കാനൽ എരിയുകയായിരുന്നു. അവൾ ആ നോട്ടുകൾ വാങ്ങാതെ തിരിഞ്ഞു നടന്നു. മുകളിലെ നിലയിൽ അഭിരാമിന്റെ മുറിയിൽ അവന്റെ തുണികൾ അടുക്കി വെക്കാൻ പോയ നന്ദന വാതിൽക്കൽ നിന്നു. അകത്ത് മാളവിക അവന്റെ മുടിയിൽ തലോടുന്നുണ്ടായിരുന്നു. അഭി, ആ വേലക്കാരി പെണ്ണിന് നിന്നെ ഇഷ്ടമാണെന്ന് തോന്നും കേട്ടോ. അവളുടെ നോട്ടം കണ്ടില്ലേ? ആ മാളവിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ പോട്ടെ മാളു, ഓരോ ദാരിദ്ര്യവാസികൾക്ക് അങ്ങനെ പലതും തോന്നും. നമ്മളതൊക്കെ ഗൗരവമായി എടുക്കണോ? നീ ഇത് നോക്കിയേ. അഭിരാം അവളെ ചേർത്ത് പിടിച്ച് ലാപ്ടോപ്പിലേക്ക് ശ്രദ്ധ തിരിച്ചു. നന്ദന പടികൾ ഓടിയിറങ്ങി. മഴ പെയ്തു തുടങ്ങിയായിരുന്നു. ഉമ്മറത്ത് കരഞ്ഞുകൊണ്ട് നിന്ന സാവിത്രി അമ്മായി അവൾ നോക്കിയില്ല. സൈക്കിളെടുത്ത് ഇടവഴിയിലൂടെ ചവിട്ടുമ്പോൾ മഴയും അവളുടെ കണ്ണുനീരും ഒന്നായി. വീട്ടിലെത്തിയ നന്ദനയെ കണ്ട് ജാനകി അമ്മ പരിഭ്രമിച്ചു. എന്തു പറ്റി മോളെ? നീ എന്താ ഇങ്ങനെ നനഞ്ഞു വരുന്നത്? നന്ദന അമ്മയുടെ മാറിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. നടന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ജാനകിയുടെ ഉള്ളം നീറി. മോളെ, നീ നിന്റെ അച്ഛൻ്റെ മകളാ. വീണെടുത്ത് കിടന്ന് കരയാനുള്ളതല്ല നിന്റെ ജീവിതം. നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ നീ പുതിയൊരു നന്ദനയാകണം. അവനെയൊക്കെ നിന്റെ മുൻപിൽ തല കുനിക്കുന്ന ഒരു കാലം വരും. ആ രാത്രി നന്ദന ഉറങ്ങിയില്ല. താൻ സ്നേഹിച്ചത് ഒരു പുരുഷനെയല്ല, വെറും ഒരു നിഴലിനെയായിരുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അഭിരാമനോടുള്ള പ്രണയത്തെ അവൾ ആ മഴയത്ത് ആഴത്തിൽ കുളിച്ചു മൂടി. തൻ്റെ ആത്മാഭിമാനം പണയം വെച്ച് ഇനി ഒരിക്കലും ആ പടി കടക്കില്ലെന്ന് അവൾ പ്രതിജ്ഞയെടുത്തു.
ഇരുണ്ട രാത്രിയുടെ അന്ത്യത്തിൽ ജാനകിയമ്മയുടെ വാക്കുകൾ അവളുടെ ഉള്ളിൽ ഒരു പോരാളി ഉണർത്തുകയായിരുന്നു. താൻ ഒരു വേലക്കാരിയല്ലെന്നും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള ഒരു പെണ്ണാണെന്നും അവൾക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. മനയുടെ പടിയിറങ്ങിയിട്ട് 6 മാസങ്ങൾ കടന്നു പോയിരിക്കുന്നു. നന്ദനയുടെ ലോകം ഇപ്പോൾ അവളുടെ ചെറിയ വീടും ആ വീട്ടിലെ കുറച്ച് വളർത്തുമൃഗങ്ങളും മാത്രമായി ചുരുങ്ങി. പക്ഷേ ചുരുങ്ങിയ ലോകത്ത് അവൾക്കൊരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കണം. അഭിരാമിന്റെ വാക്കുകൾ ഏൽപ്പിച്ച മുറിവ് ഒരു കനലായി അവളുടെ ഉള്ളിൽ ഇന്നും എരിയുന്നുണ്ട്. ആ കനലാണ് അവളെ ഓരോ പുലർച്ചെയും ഉണർത്തുന്നത്. നന്ദു നേരം വെളുത്തു. പാൽ സൊസൈറ്റിയിൽ കൊടുക്കാൻ സമയമായി. ജാനകിയമ്മയുടെ വിളി കേട്ടാണ് അവൾ എഴുന്നേറ്റത്. പഴയ സൈക്കിളിൽ പാൽപാത്രങ്ങളുമായി സൊസൈറ്റിയിലേക്ക് പോകുമ്പോൾ മനയുടെ വഴിയിലൂടെ അവൾ നോക്കാറില്ല. എങ്കിലും നാട്ടുകാരുടെ കുശലാന്വേഷണങ്ങൾ ഇടയ്ക്ക് കേൾക്കാം. അഭിരാമിൻ്റെയും മാളവികയുടെയും വിവാഹം കഴിഞ്ഞെന്നും അവർ നഗരത്തിലേക്ക് താമസം മാറിയെന്നും അമ്മായി വഴി അവൾ അറിഞ്ഞിരുന്നു. പക്ഷെ അവൾ അതൊന്നും കേട്ട ഭാവം നടിച്ചില്ല. ഒരു ദിവസം സൊസൈറ്റിയിൽ പാൽ കൊടുത്ത് മടങ്ങുന്ന വഴിയിലാണ് ആ സംഭവം ഉണ്ടായത്. നന്ദനയുടെ സൈക്കിളിന്റെ ചെയിൻ തെറ്റി അവൾ റോഡരികിൽ നിൽക്കുകയായിരുന്നു. മഴ പെയ്തു കുതിർന്ന മണ്ണിൽ സൈക്കിൾ ശരിയാക്കാൻ അവൾ ബുദ്ധിമുട്ടുന്നത് കണ്ടാണ് അടുത്തു നിന്നൊരു കാർ നിർത്തിയത്. കാറിൽ നിന്നും ഇറങ്ങി വന്ന യുവാവ് നന്ദനെ ഒന്ന് നോക്കി. ലളിതമായ വേഷം, കണ്ണിന് നല്ല തിളക്കം. എന്തു പറ്റി, സഹായിക്കണോ? അവൻ ചോദിച്ചു. ചെയിൻ തെറ്റിയതാ, ഞാൻ ശരിയാക്കിക്കോളാം, നന്ദന സ്വതസിദ്ധമായ ഗൗരവത്തോടെ പറഞ്ഞു. അവൻ ചിരിച്ചു. ഇത്രയും ചെളിയിൽ തനിയെ ചെയ്യേണ്ട, ഞാൻ നോക്കാം. അവൻ അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ കൈകൾ മുട്ടോളം തെറിച്ചു വെച്ച് സൈക്കിൾ ശരിയാക്കാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ അവനത് റെഡിയാക്കി. താങ്ക്സ്, നന്ദന പതിയെ പറഞ്ഞു. ഞാൻ സിദ്ധാർത്ഥ്, ഇവിടെ പുതുതായി തുടങ്ങിയ മെഡിക്കൽ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നു. നിങ്ങളുടെ പേര്? നന്ദന. അവൾ അധികം സംസാരിക്കാൻ നിൽക്കാതെ സൈക്കിൾ കയറിപ്പോയി. ആ കൂടിക്കാഴ്ച ഒരു തുടക്കമായിരുന്നു. പിന്നീട് പലപ്പോഴും ടൗണിൽ വെച്ചും വഴിയരികിൽ വെച്ചും അവർ കണ്ടുമുട്ടി. സിദ്ധാർത്ഥിന്റെ പേരുമാറ്റത്തിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവൾ അവനെ ഒരു ദയനീയ ജീവിയായല്ല, മറിച്ച് ആത്മാഭിമാനമായുള്ള ഒരു പെൺകുട്ടിയായാണ് കണ്ടത്. 10ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ നന്ദനയോട് പഠനം തുടരാൻ പ്രേരിപ്പിച്ചത് സിദ്ധാർത്ഥാണ്. നന്ദനയ്ക്ക് അക്കൗണ്ടിങ്ങിൽ നല്ല കഴിവുണ്ട്. എന്തുകൊണ്ടൊരു ഡിസ്റ്റൻസ് കോഴ്സ് ചെയ്തുകൂടാ? ഒരു ജോലി ഉണ്ടെങ്കിൽ നിനക്ക് ആരുടെയും മുന്നിൽ തല കുനിക്കേണ്ടി വരില്ല, അവൻ പറയുമായിരുന്നു. ആ വാക്കുകൾ അവൾക്ക് പുതിയൊരു ഊർജം നൽകി. അമ്മയുടെയും സിദ്ധാർത്ഥിൻ്റെയും പിന്തുണയോടെ അവൾ പഠനം പുനരാരംഭിച്ചു. വൈകുന്നേരങ്ങളിൽ ചെറിയൊരു സ്ഥാപനത്തിൽ പാർട്ട് ടൈമായി ജോലിക്ക് കയറി. സാവധാനം നന്ദനയുടെ ജീവിതം മാറി തുടങ്ങി. അവളുടെ കണ്ണുകളിലെ സങ്കടം മാഞ്ഞു, പകരം ആത്മവിശ്വാസം നിറഞ്ഞു. ഒരു വൈകുന്നേരം സിദ്ധാർത്ഥ് നന്ദനയുടെ വീട്ടിലെത്തി. ജാനകിയമ്മയുമായി അവർ നേരത്തെ തന്നെ സൗഹൃദത്തിലായിരുന്നു. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നന്ദനയുടെ സമ്മതമുണ്ടെങ്കിൽ അവളെ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടണമെന്നുണ്ട്. അവൾ അനുഭവിച്ച സങ്കടങ്ങളൊന്നും ഞാൻ മാറ്റിക്കൊടുക്കുമെന്ന് പറയുന്നില്ല, പക്ഷെ അവളുടെ കൂടെ ഇന്നും ഒരു തണലായി ഞാൻ ഉണ്ടാകും. സിദ്ധാർത്ഥൻ്റെ സ്വരത്തിൽ വലിയൊരു ആത്മാർത്ഥതയുണ്ടായിരുന്നു. ജാനകി നന്ദനയെ നോക്കി. നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഇതുവരെ കണ്ട പുരുഷന്മാരിൽ നിന്നും സിദ്ധാർത്ഥ് വ്യത്യസ്തനായിരുന്നു. അവൻ സ്നേഹിച്ചത് അവളുടെ സൗന്ദര്യത്തെയോ പണത്തെയോ അല്ല, മറിച്ച് അവളുടെ മനസ്സിനെയായിരുന്നു. അവൾ പതുക്കെ തലയാട്ടി. അങ്ങനെ നന്ദനയുടെയും സിദ്ധാർത്ഥിൻ്റെയും വിവാഹം ലളിതമായി നടന്നു. മനയിലെ ആരും ആ വിവാഹത്തിന് വന്നില്ല. അവർ വിളിക്കപ്പെട്ടതുമില്ല. വിവാഹം കഴിഞ്ഞാൽ നഗരത്തിലേക്ക് താമസം മാറി നന്ദന പിന്നീട് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി ജോലിയിൽ പ്രവേശിച്ചു. സിദ്ധാർത്ഥിൻ്റെ കരുതലും സ്നേഹവും അവളെ പഴയ മുറിവുകളിൽ നിന്നും പൂർണ്ണമായി മോചിപ്പിച്ചു. കാലം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 2 വർഷങ്ങൾക്കിപ്പുറം തൻ്റെ പഴയ ഗ്രാമത്തിലേക്ക് ഒരു ഔദ്യോഗിക ആവശ്യത്തിനായി സിദ്ധാർത്ഥിനൊപ്പം കാറിൽ പോകുമ്പോൾ നന്ദനയുടെ മനസ്സ് ശാന്തമായിരുന്നു. അവളിപ്പോൾ ഗർഭിണിയാണ്. തൻ്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിൻ്റെ തുടിപ്പുകൾ അറിയുമ്പോൾ അവൾക്ക് ലോകം കീഴടക്കിയ സന്തോഷം തോന്നി. വഴിയരികിൽ പഴയ മന കണ്ടപ്പോൾ അവൾ കാറ് നിർത്താൻ പറഞ്ഞു. മനയുടെ ഗാംഭീര്യമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ചായം മങ്ങിയ ചുമരുകളും കാട് പിടിച്ച മുറ്റവും. പണ്ട് തന്നെ ആട്ടി ഓടിച്ച മുറ്റത്തിന് ആരുമില്ലാത്ത അവസ്ഥ. മന ലേലത്തിലാണെന്ന ബോർഡ് തൂങ്ങിക്കിടക്കുന്നത് അവൾ വേദനയോടെ നോക്കി. അപ്പോഴാണ് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് താഴെ നീട്ടി വളർത്തിയ ഒരാൾ ഉമ്മറത്തെ പടികളിൽ ഇരിക്കുന്ന അവൾ കണ്ടത്. അത് അഭിരാമായിരുന്നു. പണ്ട് തന്നെ ആക്ഷേപിച്ച അതേ ഉമ്മറത്ത് അവൻ ഇന്ന് തകർന്നു പോയൊരു രൂപമായിരിക്കുന്നു. നന്ദന കാറിൽ നിന്നിറങ്ങി പതുക്കെ അവൻ്റെ അടുത്തേക്ക് നടന്നു. കാറിൽ നിന്നിറങ്ങി പതുക്കെ മനയുടെ മുറ്റത്തേക്ക് നടക്കുമ്പോൾ നന്ദനയുടെ ഉള്ളിൽ പഴയ ഓർമ്മകളുടെ ഒരു തിരമാല പോലും അടിച്ചുയർന്നില്ല. പകരം അപരിചിതമായ ഒരു സ്ഥലത്ത് എത്തിയതുപോലെയുള്ള ഒരു നിസ്സംഗത മാത്രം. പണ്ട് താൻ തൂത്തുവാരി വൃത്തിയാക്കിയിരുന്ന ഈ മുറ്റം ഇന്ന് ഉണങ്ങിയ ഇലകൾ വീണ് മൂടിക്കിടക്കുന്നു. പടിയിലിരുന്ന രൂപം പതുക്കെ തല ഉയർത്തി നോക്കി. കുഴിഞ്ഞ കണ്ണുകളും വിളറിയ മുഖവുമായി ഇരിക്കുന്ന അഭിരാമിനെ തിരിച്ചറിയാൻ
നന്ദനയ്ക്ക് അല്പം സമയം വേണ്ടി വന്നു. ഒരിക്കൽ ആഡംബരത്തിന്റെ കൊടുമുടിയിൽ നിന്നിരുന്ന തന്നെ പുച്ഛത്തോടെ നോക്കിയിരുന്ന പഴയ അഭിരാം ഇന്ന് വെറുമൊരു നിഴൽ മാത്രമായി മാറിയിരിക്കുന്നു. നന്ദു, അവന്റെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങിയതുപോലെയിരുന്നു. നന്ദനയൊന്നും മിണ്ടിയില്ല. അവൾ ശാന്തമായി അവന്റെ മുന്നിൽ നിന്നു. കാറിൽ നിന്നും ഇറങ്ങി വന്ന സിദ്ധാർത്ഥ് അവളുടെ തോൾ ചേർത്ത് പിടിച്ചു. ആ സ്പർശനത്തിൽ നിന്നും അവൾക്ക് ലഭിച്ച കരുത്ത് ചെറുതായിരുന്നില്ല. നന്ദു, നീ എന്നെ കാണാൻ വന്നതാണോ? അഭിരാം എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അല്ല, ഈ വഴി വന്നപ്പോൾ അമ്മായി ഒന്ന് കാണാമെന്ന് കരുതി. അമ്മായി എവിടെ? നന്ദനയുടെ സ്വരത്തിൽ പകയോ സങ്കടമോ ഉണ്ടായിരുന്നില്ല. അഭിരാം ഒന്നും മിണ്ടാതെ അകത്തേക്ക് വിരൽ ചൂണ്ടി. തകർന്നു വീഴാറായ വീടിന്റെ ഒരു മൂലയിൽ പഴയൊരു കട്ടിൽ സാവിത്രിയമ്മായി കിടക്കുന്നു. നന്ദനെ ഓടിച്ചെന്നവരെ കെട്ടിപ്പിടിച്ചു. ആ വൃദ്ധയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എൻ്റെ മോള് വന്നോ? നീ ഇന്ന് നല്ല നിലയിലാണെന്നറിഞ്ഞു. ഈ അമ്മായിയോട് ക്ഷമിക്കണം മോളെ. അന്ന് കണ്ടു നിന്നിട്ടും നിനക്ക് വേണ്ടി ഒരു അക്ഷരം മിണ്ടാൻ എനിക്ക് കഴിഞ്ഞില്ല. അമ്മായി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അവിടെ ഇരുന്നു കൊണ്ടാണ് നന്ദന കഴിഞ്ഞ 2 വർഷത്തെ കഥകൾ അറിഞ്ഞത്. ശേഖരൻ നായരുടെ അമിതമായ ആഗ്രഹങ്ങളും അഭിരാമിന്റെ ധിക്കാരവുമാണ് അവരെ തകർത്തത്. മാളവികയുമായുള്ള വിവാഹശേഷം അഭിരാം നഗരത്തിലെ വലിയ ബിസിനസ്സുകൾ തുടങ്ങി. എന്നാൽ മദ്യപാനവും ധൂർത്തും കാരണം കടം പെരുകി. ഇതിനിടയിൽ അവർക്ക് കുട്ടികൾ ഉണ്ടാകില്ലെന്ന മെഡിക്കൽ റിപ്പോർട്ട് വന്നതോടെ മാളവികയുടെ സ്വഭാവം മാറി. അവൾ അഭിരാമിനെ മാനസികമായി തകർത്തു. ഒടുവിൽ ലക്ഷങ്ങൾ നഷ്ടപരിഹാരമായി എഴുതി വാങ്ങി അവൾ അവനെ ഉപേക്ഷിച്ചു പോയി. ആ ആഘാതത്തിൽ ശേഖരൻ നായർ തളർന്നു വീണു മരിച്ചു. കടം വീട്ടാനായി മനലേലം വിളിക്കപ്പെട്ടു. ഇപ്പോൾ ഈ വീട്ടിൽ നിന്നിറങ്ങാൻ അവർക്ക് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നന്ദന പുറത്തിറങ്ങിയപ്പോൾ അഭിരാം മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ കടന്നു പോകാൻ തുടങ്ങിയപ്പോൾ അവൻ അവളുടെ മുന്നിൽ തടഞ്ഞു നിർത്തി. നന്ദു, എനിക്ക് തെറ്റുപറ്റി. അന്ന് ആ പണം നിന്റെ മുഖത്തെറിഞ്ഞപ്പോൾ ഞാൻ കരുതിയില്ല എനിക്ക് ഇങ്ങനെ ഒരു ഗതി വരുമെന്ന്. നീ എന്നോട് ക്ഷമിക്കില്ലേ? നിന്റെ സിദ്ധാർത്ഥിന് ഇല്ലാതെ എന്തു കുറവാണ് എനിക്കുണ്ടായിരുന്നത്? അവൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. നന്ദനെ അവനെ ഒന്ന് നോക്കി. അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അഭിയേട്ട, സിദ്ധുവിനില്ലാത്ത പലതും അഭിയേട്ടനുണ്ടായിരുന്നു. പണം, തറവാടിത്തം, അഹങ്കാരം. പക്ഷെ സിദ്ധുവിനുള്ള ഒരൊറ്റ കാര്യം അഭിയേട്ടനില്ലായിരുന്നു. അത് മനുഷ്യത്വമാണ്. തന്നെ വിശ്വസിക്കുന്ന പെണ്ണിനെ വില പേശാൻ വയ്ക്കാത്ത ആ അന്തസ്, അത് അഭിയേട്ടന് മനസ്സിലാകില്ല. അഭിരാം തല താഴ്ത്തി നിന്നു. അവൻ്റെ ഓരോ നിശ്വാസത്തിലും പരാജയത്തിൻ്റെ കയ്പുണ്ടായിരുന്നു. ഈ മന ലേലത്തിൽ പോകില്ല അഭിയേട്ട. ഇതിൻ്റെ ബാധ്യതകൾ തീർക്കാൻ വേണ്ട തുക സിദ്ധു ബാങ്കിൽ അടച്ചിട്ടുണ്ട്. ഈ വീട് അച്ഛൻ പണ്ട് കഷ്ടപ്പെട്ട് സംരക്ഷിച്ചതാണ്. അത് അന്യരുടെ കയ്യിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല. അമ്മായിക്ക് വേണ്ടി ഇതിവിടെ തന്നെ ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം, ഇനി ഒരിക്കലും നന്ദന എന്ന പേര് അഭിയേട്ടൻ വിളിക്കരുത്. കാരണം പഴയ നന്ദന പണ്ടേ മരിച്ചുപോയി. അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. നന്ദന കാറിലേക്ക് നടന്നു. സിദ്ധാർത്ഥ് അവളെ ചേർത്ത് പിടിച്ച് കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. അവരാ വലിയ പടിവാതിൽ കടന്നു പോകുമ്പോൾ കണ്ണാടിയിലൂടെ അവൾ കണ്ടു തകർന്നു പോയ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ നടുവിൽ ഏകാന്തനായി നിൽക്കുന്ന അഭിരാമിനെ. അവൾ പതുക്കെ തൻ്റെ വയൽ കൈവച്ചു. പുതിയൊരു ജീവൻ അവിടെ തുടിക്കുന്നുണ്ട്. കൈപ്പേറിയ ഓർമ്മകളെല്ലാം പിന്നീട് ഉപേക്ഷിച്ച് സ്നേഹത്തിൻ്റെ പുത്തൻ തീരങ്ങളിലേക്ക് അവൾ യാത്ര തുടർന്നു. വർഷങ്ങൾ 4 കൂടി കടന്നു പോയിരിക്കുന്നു. കാലം പല മുറിവുകളും ഉണക്കി, പലരെയും മാറ്റിമറിച്ചു. നന്ദനയുടെ ജീവിതം ഇന്നൊരു ശാന്തമായ പുഴ പോലെയാണ്. അവളുടെ കഷ്ടപ്പാടുകൾക്കും കണ്ണുനീരിനും പ്രതിഫലം എന്നോണം ദൈവം അവൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം അദ്വൈത് എന്ന മകനായിരുന്നു. നഗരത്തിലെ പല തിരക്കുകളിൽ നിന്നും മാറി പച്ചപ്പ് നിറഞ്ഞൊരു ചെറിയ കുന്നിൻ മുകളിൽ നന്ദനയും സിദ്ധാർത്ഥും സ്വന്തമായി ഒരു വീട് പണിതു. നിഹാരതീരം, അതായിരുന്നു വീടിൻ്റെ പേര്. സിദ്ധാർത്ഥിൻ്റെ പ്രോത്സാഹനത്തിൽ നന്ദൻ ഇന്നൊരു വുമൺസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റാണ്. തന്നെ പോലെ ചതിക്കപ്പെട്ടവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായ 100ഓളം സ്ത്രീകൾ അവളിന്ന് അത്താണിയാണ്. ഒരു തെളിഞ്ഞ ഞായറാഴ്ച രാവിലെ നന്ദന വീടിൻ്റെ ഉമ്മറത്തിരുന്ന് പഴയ ഡയറി നോക്കുകയായിരുന്നു. മകൻ അദ്വൈത മുറ്റത്ത് സിദ്ധാർത്ഥിനൊപ്പം പന്ത് കളിക്കുന്നു. അവരുടെ ചിരിശബ്ദം കേൾക്കുമ്പോൾ നന്ദനയുടെ ഉള്ളിൽ ഒരു കൃതജ്ഞത നിറഞ്ഞു. അപ്പോഴാണ് ഒരു പഴയ കത്തുമായി ജാനകിയമ്മ അങ്ങോട്ട് വന്നത്. മോളെ, മനയിൽ നിന്നും സാവിത്രി അയച്ചതാ. അവൾക്ക് ഇപ്പോൾ വയ്യാതെയായിരിക്കുന്നു. നിന്നെ ഒന്ന് കാണണമെന്ന്. നന്ദന സിദ്ധാർത്ഥിനെ നോക്കി. അവൻ അനുവാദം എന്നോണം ഒന്ന് തലയാട്ടി. അന്ന് തന്നെ അവർ ഗ്രാമത്തിലേക്ക് തിരിച്ചു. ഗ്രാമം ഒരുപാട് മാറിയിരിക്കുന്നു. മനയുടെ പടിവാതിൽക്കിലെത്തിയപ്പോൾ നന്ദനയുടെ ഉള്ളിൽ പഴയ വിദ്വേഷമൊന്നും തോന്നിയില്ല. അവൾ അന്ന് ബാധ്യതകൾ തീർത്ത് നൽകിയതോടെ സാവിത്രി അമ്മായിക്ക് അവിടെ സമാധാനമായി കഴിയാൻ പറ്റിയിരുന്നു. അകത്തേക്ക് കയറിയപ്പോൾ ശയ്യാവലംബിയായ അമ്മായിയാണ് കണ്ടത്. നന്ദു, നീ വന്നോ? അവരവളുടെ കൈകൾ മുറുകെ പിടിച്ചു. അഭി, അവൻ എവിടെയില്ല. അവൻ നഗരത്തിലേതോ ഫാക്ടറിയിൽ സെക്യൂരിറ്റി പണി എടുക്കുകയാണെന്ന് കേട്ടു. ആഴ്ചയിൽ ഒരിക്കൽ വരും. നിന്നെ കാണാൻ അവന് ഭയമാണ്, അതിലേറെ ലജ്ജയും. നന്ദനൊന്നും പറഞ്ഞില്ല. അവൾ അമ്മായിക്ക് വേണ്ട മരുന്നുകളും സാമ്പത്തിക സഹായവും ഏർപ്പാട് ചെയ്തു. അവിടെ നിന്ന് മടങ്ങാൻ നേരം പണ്ട് താൻ പാത്രങ്ങൾ കഴുകി അടുക്കി വെച്ചിരുന്ന അടുക്കളയിലേക്ക് അവളൊന്ന് നോക്കി. അന്നത്തെ ആ 14 വയസ്സുകാരിയായ പെൺകുട്ടിയിൽ നിന്നും ഇന്നത്തെ ഈ നിരയിലേക്കുള്ള ദൂരം അവൾ ഓർത്തു. ഒരു പുരുഷന്റെ വാഗ്ദാനങ്ങൾ തളച്ചിടേണ്ടതല്ല ഒരു സ്ത്രീയുടെ ജീവിതമെന്നും ആ ചുമരുകൾ പോലും ഇപ്പോൾ മന്ത്രിക്കുന്നതായി അവൾക്ക് തോന്നി.
തിരികെ പോകുന്ന വഴിയിൽ ടൗണിലെ തിരക്കിനിടയിൽ അവൾ ആ കാഴ്ച കണ്ടു. ഒരു വലിയ ഷോപ്പിംഗ് മാളിന്റെ ഗേറ്റിന് മുന്നിൽ യൂണിഫോം ധരിച്ചു നിൽക്കുന്ന അഭിരാം, വെയിലേറ്റ് കരിവാളിച്ച മുഖം, കയ്യിൽ ഒരു ലാത്തിയും പിടിച്ച് വിയർപ്പൊപ്പി നിൽക്കുന്നവനെ സിദ്ധാർത്ഥൻ കണ്ടു. നമുക്കൊന്ന് നിർത്തണോ നന്ദു? സിദ്ധാർത്ഥ ചോദിച്ചു. വേണ്ട സിത്തു, കാണാതിരിക്കുന്നതാണ് അവന് നൽകാവുന്ന ഏറ്റവും വലിയ ആശ്വാസം. എൻ്റെ മുന്നിൽ തലകുനിച്ചു നിൽക്കുന്നത് അവന് താങ്ങാൻ കഴിയില്ല. അയാളുടെ കർമ്മഫലം അനുഭവിക്കട്ടെ, നന്ദ ശാന്തമായി പറഞ്ഞു. കാർ മുന്നോട്ട് നീങ്ങി. നന്ദന സിദ്ധാർത്ഥിന്റെ തോളിലേക്ക് തല ചായച്ചു. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആകാശത്ത് മനോഹരമായ മഴവില്ല് വിരിഞ്ഞിരുന്നു. തൻ്റെ ജീവിതം തകർത്തവരുടെ പക തീർക്കാനല്ല നന്ദന ശ്രമിച്ചത്, മറിച്ച് അവരെക്കാൾ നന്നായി ജീവിച്ചു കാണിക്കാനാണ്. ആ തിരിച്ചറിവാണ് അവളുടെ വിജയം. സിദ്ധാർത്ഥിന്റെ വിരലുകൾ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ലോകം മുഴുവൻ കൈവിട്ടപ്പോഴും തന്നെ ചേർത്ത് പിടിച്ച ആ മനുഷ്യന്റെ സ്നേഹത്തിൽ നന്ദന കണ്ണുകൾ അടച്ചു. ഇരുളടഞ്ഞ രാത്രികൾക്ക് ശേഷം ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ നന്ദനയുടെ ജീവിതം ഇപ്പോൾ പ്രകാശപൂർണമാണ്. തോറ്റുപോകാതെ പോരാടിയ ആ ഒരു പെണ്ണിന് അതിജീവനത്തിന്റെ കഥ അവിടെ പൂർണ്ണമാവുകയായിരുന്നു. ശുഭം. എഴുത്ത് നിള.